ഹായ് കൂട്ടുകാരെ, 7ാം ക്ലാസ് കേരള പാഠാവലിയിലെ 3ാം യൂണിറ്റായ മൊഴിപൊഴിയും അഴക് എന്ന യൂണിറ്റിലെ ആദ്യത്തെ കവിതയായ കാവ്യനർത്തകിയാണ് നമ്മളിന്ന് നോക്കുന്നത്. പ്രവേശകം ഇതിനു മുൻപേയുള്ള വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്വരരാഗസുധ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ് കാവ്യനർത്തകി. കാവ്യമാകുന്ന നർത്തകിയെക്കുറിച്ചാണ് ഈ കവിതയിൽ കവി പറയുന്നത്. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം കവിതയിലേക്ക് കടന്നാലോ? ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ പാഠമായ കാവ്യനർത്തകി എന്ന കവിത എഴുതിയ കവി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇനി നമുക്ക് ഇദ്ദേഹത്തെ പറ്റി ഒന്ന് നോക്കാം. 1911 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ ജനിച്ചു. പ്രശസ്തനായ കവിയും ഗദ്യകാരനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രമണൻ എന്ന വിലാപകാവ്യം മലയാള സാഹിത്യത്തിലെ വളരെയധികം പ്രശസ്തമായ കാവ്യമാണ്. പത്രാധിപനായി ജോലി ചെയ്തിരുന്നു. 1948 ജൂലൈ 17 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ രമണൻ, ദേവത, ദേവഗീത, ദിവ്യഗീതം, മനസ്വിനി, വാഴക്കുല, ബാഷ്പാഞ്ജലി, തിലോത്തമ, മണിവീണ, മൗനഗാനം, ആരാധകൻ, ഹേമന്തചന്ദ്രിക, സ്വരരാഗസുധ എന്നിവയാണ്. പാഠഭാഗത്ത് കവി കാവ്യത്തിനെ ഒരു നർത്തകിയോടാണ് ഉപമിച്ചിരിക്കുന്നത്, അല്ലേ? ഇതാ ഒരു നർത്തകിയുടെ ചിത്രം നോക്കൂ. എന്തൊക്കെ പ്രത്യേകതകൾ കാണാൻ കഴിയുന്നുണ്ട്? വളരെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ്, നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്ന ഒരു നർത്തകി. നല്ല നിറമുള്ള വസ്ത്രങ്ങൾ വളരെ ഭംഗിയായി അവർ ഉടുത്തിരിക്കുന്നു. അവരുടെ കാലിൽ സ്വർണ്ണ നിറത്തിലുള്ള ചിലങ്കയുണ്ട്, അരയിൽ അരപ്പട്ടയുണ്ട്, മറ്റ് ആഭരണങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ ഭംഗിയിലാണ് ആ നർത്തകി ഒരുങ്ങി നിൽക്കുന്നത്. അതുപോലെ ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ മലയാള ഭാഷയെ പറ്റിയാണ് കവി ഈ കാവ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരുതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി, ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി, അഴകൊരുടലാർന്ന പോലങ്ങനെ മിന്നി, മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ, മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. കനകം, കാഞ്ചനം എന്നീ വാക്കുകളുടെ അർത്ഥം സ്വർണം എന്നാണ്. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, ഒരു നർത്തകി നൃത്തം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ചിലങ്കയിൽ നിന്ന് ശബ്ദമുണ്ടാകും. അതുപോലെ കാവ്യമാകുന്ന നർത്തകി ഇവിടെ നൃത്തം ചെയ്യുമ്പോൾ അവരുടെ സ്വർണ്ണ ചിലങ്കയിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നു. കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, നർത്തകി നൃത്തം ചെയ്യുമ്പോൾ അവരുടെ കാഞ്ചി, കാഞ്ചി എന്ന് പറഞ്ഞാൽ അരപ്പട്ടയാണ്, സ്വർണം കൊണ്ടുള്ള അരപ്പട്ട. നമ്മൾ നർത്തകിയുടെ ചിത്രം കണ്ടപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള അരപ്പട്ട അതിൽ കണ്ടിരുന്നല്ലോ. അപ്പോൾ നൃത്തം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്വർണ്ണ നിറത്തിലുള്ള ആ അരപ്പട്ടയിലെ മണികളൊക്കെ കിടന്ന് കുലുങ്ങുന്നു. കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരുതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി, അവളുടെ മനോഹരമായ കണ്ണുകളിൽ സ്വപ്നങ്ങൾ മയങ്ങുന്നു. കതിരുതിരുന്നത് പോലെയുള്ള മനോഹരമായിട്ടുള്ള പുഞ്ചിരി അവളുടെ ചുവന്ന നിറത്തിലുള്ള ചുണ്ടുകളിൽ തങ്ങി നിൽക്കുന്നു. ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി, അഴകുരുടലാർന്ന പോലങ്ങനെ മിന്നി. എങ്ങനെയാണ് അവളുടെ ഒഴുകുന്ന, നൃത്തം ചെയ്യുമ്പോൾ ഒഴുകിക്കിടക്കുന്ന ഉടയാടകളിൽ ഒളിയലകൾ, ഒളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗി അല്ലെങ്കിൽ ശോഭ. ശോഭയുടെ അലകൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? ചിന്നുകയാണ്. അതുപോലെ അഴക് ഉടലെടുത്ത് വന്നതുപോലെയാണ് അവൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ, മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. മതി എന്നാൽ എന്താണ്? ബുദ്ധി അല്ലെങ്കിൽ ബോധം. ബുദ്ധിയെ പോലും മോഹിപ്പിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്ന മഹിതേ, നീ എൻ്റെ മുന്നിൽ വന്ന് നിന്നു മലയാള കവിതേ എന്നാണ് കവി പറയുന്നത്. ഇവിടെ കവി പറയുകയാണ്, കവിയുടെ മുന്നിൽ ഒരു നർത്തകിയായി മലയാള ഭാഷ വന്ന് നിൽക്കുന്നു. ആ ഭാഷയുടെ ഭംഗികൾ, ഒരു നർത്തകിയുടെ ഭംഗി എത്രത്തോളമാണോ അതിനേക്കാൾ ഭംഗിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഭാഷ കവിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നാണ് കവി പറയുന്നത്. ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി, മായികേ നീ നിൻ നടനം നടത്തി, പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതേ, തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ, അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു ഗുണമിളിതേ, കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതേ. മായിക എന്നാൽ മറ്റുള്ളവരെ മായാജാലത്താൽ വീഴ്ത്താൻ കഴിവുള്ളവൾ. നടനം എന്നാൽ നൃത്തം. നീ എന്ത് ചെയ്തു? 1000 സ്വർഗങ്ങളുടെ സ്വപ്നവുമായി എത്തി മറ്റുള്ളവരെ മായാജാലത്തിലാക്കാൻ തക്ക കഴിവുള്ള നിന്റെ നൃത്തം നീ ചെയ്തു.
പിന്നെ നീ എന്ത് ചെയ്യുകയാണ്? പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതേ തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ. നീ എന്ത് ചെയ്യൂ? പുഞ്ചിരി പെയ്യിച്ചുകൊണ്ട്, പെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുഞ്ചിരി പൊഴിക്കുക, പുഞ്ചിരി തൂവുക. നീ പുഞ്ചിരി തൂവിക്കൊണ്ട് നീ നൃത്തം ചെയ്യൂ. എങ്ങനെയുള്ളവളെ? തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ചുള്ള സൂചനയാണിതിവിടെ തന്നിരിക്കുന്നത്. തത്ത എന്നതിലൂടെ അദ്ദേഹത്തിന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം. അപ്പോൾ ആ തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ചവളായ കവിതയെ നീ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നൃത്തം ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു ഗുണമെളിതേ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതേ. ഇനി എന്താ പറയുന്നത്? അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു, നീ നിന്റെ ദേഹമെല്ലാം ഇളക്കി വളരെ മെയ്വഴക്കത്തോടുകൂടി എല്ലാ ഗുണങ്ങളും ചേർന്നവളെ നീ നൃത്തം ചെയ്യൂ. കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതേ. എങ്ങനെ? കുഞ്ചൻ നമ്പ്യാരെ പറ്റിയുള്ള സൂചനയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തുള്ളൽ പ്രസ്ഥാനത്തെ പറ്റിയുള്ള സൂചന. കുഞ്ചന്റെ തുള്ളലിൽ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിൽ മണികൊട്ടിയ കവിതയെ നീ എന്ത് ചെയ്യൂ? വളരെ മനോഹരമായി നീ നിന്റെ നൃത്തം ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ കവിതയുടെ ഒപ്പം തന്നിരിക്കുന്ന ചിത്രം ഒന്ന് നോക്കിയേ. അവിടെ ഒരു തുള്ളൽ ചെയ്യുന്ന ഒരു കലാകാരന്റെ ചിത്രം കാണാൻ കഴിയും, അതുപോലെ ഒരു തത്തയെ കാണാൻ കഴിയും അല്ലേ? അപ്പൊ ഇതൊക്കെ ഈ കവിതാ വരികളുടെ സൂചനകളാണ് അവിടെ ചിത്രവുമായിട്ട് നൽകിയിരിക്കുന്നത്. പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്ത് വിതയ്ക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ. ഭൂഷകൾ എന്നാൽ എന്താണ്? വേഷങ്ങൾ. അതുപോലെ തന്നെ ചേഷ്ടകൾ എന്നാൽ ആംഗ്യങ്ങൾ. കവിയുടെ ജീവിതത്തിലേക്ക് പല ഭാഷകളും പല രീതിയിലും കടന്നു വന്നിട്ടുണ്ട്. ആ ഭാഷകൾ കവിയുടെ ഉള്ളിലുള്ള മലയാളത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും വിസ്മരിക്കില്ല, ഞാൻ നിന്നെ മറക്കില്ല സുന്ദരി എന്നാണ് കവി മലയാളത്തിനോട് പറയുന്നത്. തവ തലമുടിയിൽ നിന്നൊരു നാര് പോരും തരികന്നെ തഴുകട്ടെ പെരുമയും പേരും പോവുന്നോ നിന്നൃത്തം നിർത്തി നീ ദേവി അയ്യോ പോവല്ലേ 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 ദേവി. തവ എന്നാൽ നിന്റെ, നിന്റെ തലമുടിയിൽ നിന്ന് എനിക്കൊരു നാര് മാത്രം മതി. പോരും എന്നാൽ എന്താണ്? മതി. നിന്റെ തലമുടിയിൽ നിന്ന് എനിക്കൊരു നാര് മാത്രം, ഒരു മുടിയിഴ മാത്രം മതി, അത് നീ എനിക്ക് തരൂ. ആ നാര് കിട്ടിയാൽ തന്നെ എനിക്ക് പേരും പെരുമയും ഉണ്ടാകുമെന്നാണ് കവി പറയുന്നത്. അവസാന വരികളിൽ നർത്തകി നൃത്തം നിർത്തി പോവുകയാണ്. അപ്പോൾ പോവുന്നോ നിന്നൃത്തം നിർത്തി നീ ദേവി അയ്യോ പോവല്ലേ 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 ദേവി. അല്ലയോ ദേവി, നീ നിന്റെ നൃത്തം നിർത്തി പോവുകയാണോ? നീ പോവരുതേ പോകരുതേ എന്ന് കവി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ്. ഇത്രയുമാണ് കാവ്യനർത്തകി എന്ന കവിതയുടെ ആശയം. കവി ഇവിടെ കവിതയെ അല്ലെങ്കിൽ മലയാള ഭാഷയെ ഒരു നർത്തകിയായി കാണുന്നു. അതോടൊപ്പം കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ പറ്റിയും തുള്ളൽ പ്രസ്ഥാനത്തെ പറ്റിയുമുള്ള സൂചനകളും കവിതയിൽ കടന്നുവരുന്നു. നമുക്കിനി എഴുത്തച്ഛനെ പറ്റിയും കുഞ്ചൻ നമ്പ്യാരെ പറ്റിയും ഒന്ന് നോക്കാം. ഇതാണ് എഴുത്തച്ഛൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രമുഖ കവി, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം എന്നിവ പ്രധാന കൃതികൾ. ഇതാണ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരെ നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട കവി, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. തുള്ളലുകൾ 3 വിധമാണ് ഉള്ളത്: ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, ധ്രുവചരിതം മുതലായവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ചോദ്യോത്തരങ്ങൾ നോക്കാം. വായിക്കാൻ പറയാം. കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് ആരാണ്? ആരാണ് വന്നിരിക്കുന്നത്? മലയാള കവിത. മലയാള കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് മലയാള കവിതയുടെ പ്രത്യേകതകൾ? കവിതയിലേക്ക് നോക്കൂ. തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിത, കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിത. മൂന്നാമത്തെ ചോദ്യം, കാവ്യ നർത്തകി എങ്ങനെയൊക്കെയാണ് നൃത്തം ചെയ്യുന്നത്? എങ്ങനെയാണ് നൃത്തം ചെയ്യുന്നത്? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർ പൂപ്പൂഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി അഴകൊരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ മമ മുന്നിൽ നിന്നൂ നീ മലയാള കവിതേ. അടുത്ത ചോദ്യം നോക്കൂ. കവി നർത്തകിയോട് എന്തെല്ലാമാണ് അപേക്ഷിക്കുന്നത്? എന്തെല്ലാമാണ് കവി നർത്തകിയോട് അപേക്ഷിക്കുന്നത്?
തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികന്നെ തഴുകട്ടെ പെരുമയും പേരും പോവുന്നു നിന്നൃത്തം നിർത്തിനീ ദേവി അയ്യോ പോവല്ലേ 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 ദേവി. അടുത്ത ചോദ്യം നോക്കൂ. വരികൾ കണ്ടെത്താം. ആശയത്തിന് സമാനമായ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കളം പൂർത്തിയാക്കുക. കൂടുതൽ വരികളും അവയുടെ ആശയങ്ങളും കണ്ടെത്തി എഴുതുമല്ലോ. മലയാള ഭാഷയിലെ ഏത് നേരിയ സ്വരവും കവിക്ക് പെരുമയും പേരും നൽകാൻ പോരുന്നതാണ്? അതിൻ്റെ ഉത്തരം ഏതാണ്? തവ തലമുടിയിൽ നിന്നുള്ള അല്ലേ ആ ഒരു വരികളാണ് എടുത്ത് എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കിയേ. ഹൃദയത്തിൽ സംഘർഷം നിറയ്ക്കുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിൻ്റെ ഉത്തരം ഏതാണ്? വിഭ്രമ വിഷവിത്ത് എന്ന് തുടങ്ങുന്ന വരികളാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ഇതുപോലെ മറ്റാശയങ്ങളും വരികളും നിങ്ങൾ എഴുതുമല്ലോ. അടുത്ത ചോദ്യം. കവിതയ്ക്ക് ഉചിതമായ ഈണം നൽകി ഒറ്റയ്ക്കും സംഘമായും ചൊല്ലുക. കൂട്ടുകാർ ചേർന്ന് ഈണം കണ്ടെത്തി സംഘമായി ചൊല്ലി നോക്കൂ. അടുത്ത ചോദ്യം. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കിലുങ്ങി കിലുങ്ങി കുലുങ്ങി കുലുങ്ങി. ഇതുപോലെ ശബ്ദങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ മനോഹരങ്ങളായ പദങ്ങളും വരികളും കവിതയിൽ നിന്ന് കണ്ടെത്തി ചൊല്ലുക. നിങ്ങൾ ഇതുപോലെയുള്ള വരികൾ കണ്ടെത്തുമല്ലോ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ചിലങ്കയെ കനകച്ചിലങ്കയെന്നും കാഞ്ചിയെ കനകക്കാഞ്ചി എന്നും കവി വിശേഷിപ്പിക്കുന്നു. ഇത്തരം വിശേഷണങ്ങൾ ചേർന്ന പ്രയോഗങ്ങൾ കവിതയിൽ ഇനിയും ഏറെയുണ്ട്. കണ്ടെത്തി എഴുതുക. വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ പദങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തെല്ലാം പ്രത്യേകതകളാണ് ഉണ്ടാകുന്നത്? ചിലങ്കയുടെ ഗുണം പറയാൻ വേണ്ടിയിട്ടാണ് കനകം എന്ന പദം അതിനോടൊപ്പം ചേർക്കുന്നത്. അതായത് അത് സ്വർണ്ണ ചിലങ്കയാണ് എന്ന് വ്യക്തമായ അർത്ഥം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ വിശേഷണങ്ങൾ ചേർക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഗുണം കൃത്യമായി മനസ്സിലാക്കാനും ആശയം കൃത്യമായി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം വ്യക്തമായ ചിത്രവും നമ്മുടെ മനസ്സിലുണ്ടാക്കി തരാൻ ഇത്തരം വിശേഷണങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പലമാതിരി പല ഭാഷകൾ പലഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്ത് വിതയ്ക്കലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ. ഈ വരികളിൽ മലയാള കവിതയോടുള്ള കവിയുടെ താല്പര്യം എത്രത്തോളം പ്രകടമാകുന്നുണ്ട്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ വരിയിൽ കവിക്ക് ഭാഷയോടുള്ള അമിതമായ താല്പര്യം കാണാൻ കഴിയുന്നുണ്ട്. പല ഭാഷകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നെങ്കിലും അവ സ്വന്തം മാതൃഭാഷയെ മറക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എങ്കിലും കവി സ്വന്തം ഭാഷയെ മറക്കുന്നില്ല. അതിനെ ചേർത്ത് പിടിക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല, കവി സ്വന്തം ഭാഷയുടെ ഭംഗി തിരിച്ചറിയുന്നുമുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. വള്ളത്തോൾ നാരായണ മേനോൻ. ഇതുപോലെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കൂടുതൽ വരികൾ കണ്ടെത്തി ശേഖരണ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുക. മാതൃഭാഷാ ദിനത്തിലും ഭാഷോത്സവത്തിലും കവിതകൾ ചൊല്ലി അവതരിപ്പിക്കുമല്ലോ. എന്നാണ് മാതൃഭാഷാ ദിനം? ഫെബ്രുവരി 21. നിങ്ങൾ ഇതുപോലെ ഭാഷയുമായി ബന്ധപ്പെട്ട മറ്റു വരികൾ കണ്ടെത്തി നിങ്ങളുടെ ക്ലാസ്സിൽ നടക്കുന്ന പരിപാടികളിൽ അവതരിപ്പിക്കണം. എങ്കിൽ ശരി കൂട്ടുകാരെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.